അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് കുട്ടികൾക്ക് പാഠമെടുത്തു കൊടുക്കുന്നതിനിടയിൽ ഇർഷാദുൽ ഇബാദ് എന്ന വിശുദ്ധമായ കിതാബിൽ കണ്ട വളരെ ശ്രദ്ധേയമായ, ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച ഒരു വാചകം. നമ്മളിൽ പലരും ഒരുപാട് അപാകതകൾ ചെയ്തു പോകുന്നവരാണ്. പക്ഷെ അതിൽ ചില തിന്മകളൊന്നും അള്ളാഹു പെട്ടെന്നങ്ങ് പുറത്തു തരില്ല. ഹൃദയമറിഞ്ഞുള്ള തൗബ വേണം. എന്നാൽ ചില വലിയ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന ഒരു കാര്യം ആ കിതാബിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതി വെക്കുകയാണ്. അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്, അവരുടെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. എങ്ങനെ? അൽ ഹുമൂമു ഫീ ത്വലബി മഈശത്തി, അവന്റെ ഉപജീവന മാർഗം തേടുന്നതിലുണ്ടാകുന്ന ടെൻഷൻ. നമ്മളൊന്ന് ആലോചിച്ചു, ഓരോ മാസവും നമ്മൾക്ക് ആ ഒരു മാസത്തെ വരുമാനം ലഭിച്ച്, സാലറി ലഭിച്ച്, അത് കൈകാര്യം ചെയ്യുമ്പോൾ വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവസാനം അതങ്ങ് തീരുന്ന ഒരു സമയമുണ്ട്. കുറച്ച് കടം വാങ്ങേണ്ടി വരുന്നു. ആ ഞെരുക്കവും വല്ലാതെ മാനസികമായൊരു ടെൻഷനും അനുഭവിക്കുന്ന പലരും ഉണ്ടാവും നമ്മൾക്കിടയിൽ. ഇടത്തരക്കാരായി ചെറിയ സാലറിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ ആശ്വാസമാണ് ഈ വചനം. മഈശത്തിന്റെ, അതായത് ഉപജീവനത്തിന്റെ വിഷയത്തിലുള്ള ടെൻഷൻ, ആ അനുഭവിക്കുന്ന ടെൻഷൻ നമ്മളുടെ ചില പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് ഇന്നത്തെ ആ വിശുദ്ധമായ കിതാബിൽ ഓതിക്കൊടുക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതൊക്കെ വിഷയത്തിലാണ് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നത്? വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കുട്ടിക്കൊരു നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എങ്ങനെയല്ലോ ഒപ്പിച്ച് ജീവിക്കുന്ന പലരും ഉണ്ട്. ആ ഒരു മാനസികമായ പിരിമുറുക്കത്തിന് പോലും, നമ്മളുടെ വിഷമങ്ങൾക്ക് പോലും നമ്മളുടെ പാപം പൊറുപ്പിച്ചു കളയാൻ കഴിവുണ്ടെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇർഷാദുൽ ഇബാദിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും നമ്മൾ എത്ര വിഷമിക്കുന്നുണ്ടെങ്കിലും ആ വിഷമത്തിന് ക്ഷമ നമ്മൾക്കുണ്ടെങ്കിൽ ആ ക്ഷമയുടെ ഫലമായി നമ്മളുടെ ഒരുപാട് പിഴവുകൾ മാറ്റിത്തിരുത്തി നന്മകളായി മാറാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.